Hi. Oh, or hello. Charlie. Hello, guys. ഹായ്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വേഗം കടക്കാം. റെസിന്റെ കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ റെസിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. യു വി റെസിൻ ഉണ്ട്, എപ്പോക്സി റെസിൻ ഉണ്ട്. നമ്മൾ ഈ ബേബി കീപ്സേക്ക്, ഗാർലാൻഡ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട പ്രിസർവേഷൻസ് ഒക്കെ നമ്മൾ ഈ എപ്പോക്സി റെസിനിലാണ് ചെയ്യുന്നത്. യു വി റെസിൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇന്നലെ ഒരു ജ്വല്ലറി ഉണ്ടാക്കിയ പറഞ്ഞില്ല, ഒരു കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ യു വി റെസിൻ വെച്ച് ഉണ്ടാക്കിയത്. ഇത് കണ്ടോ, യു വി റെസിൻ വെച്ച് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ബേബി കീപ്സേക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരുമാതിരിപ്പെട്ട ഓൾമോസ്റ്റ് പല്ല് വരെ പ്രിസർവ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതായത് പൊഴിഞ്ഞു പോയ പല്ലുകളല്ലേ, 8-9 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ. ബേബീസിന്റെ ആകുമ്പോൾ ഹെയർ, നെയില് അതൊക്കെ പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ സമയത്തൊന്നും ഇല്ല. എന്നാലും കുട്ടികൾക്കൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്കൊരു 10-12 കൊല്ലം, ഒരു 20 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറയാമല്ലോ, നിന്റെ ഈ ഓർമ്മകളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ച ഇതൊക്കെയാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കാമല്ലോ. അതുകൊണ്ട് നമുക്കത് റെസിന്റെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അംബ്ലിക്കൽ കോഡ്, കരിവള, ഹെയർ, ഓൾമോസ്റ്റ് കുട്ടികളുടെ ഡ്രസ്സ് വരെ പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആൾക്കാർ പറയും, അഞ്ജന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു റെസിന്റെ വേണം ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് ചെയ്യാം. പക്ഷെ ചെറിയൊരു ഇതിൽ നമ്മൾ കുട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റി വെച്ച് അത് ബോറാക്കണക്കാണ് നല്ലത്. കുറച്ചും കൂടി ലെങ്ത്തിൽ 8 ഇഞ്ച് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണതാണ് നല്ലത്. ഒന്നെങ്കിൽ നിങ്ങൾ DTDC വഴി ഒരു 40-50 രൂപ വരുള്ളൂ കൊറിയർ ചാർജ് വഴി. എന്റെ വീട് ഇവിടെ ആലുവയിലാണ് കേട്ടോ. ആലുവ തോട്ടക്കാട്ടുകരയിലാണ് വീട്. അപ്പൊ ഇങ്ങോട്ടേക്ക് എനിക്ക് അയച്ചു തരാം. പിന്നെ ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 2 വീക്സ്, മാക്സിമം ഞാൻ 2 വീക്സേ പറയുന്നുള്ളൂ, ആ 2 വീക്സിനുള്ളിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. നമ്മുടെ ഗാർലാൻഡ് പ്രിസർവേഷൻ, കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഹാരം, ഈ ബൊക്കയിലുള്ള ഫ്ലവേഴ്സ്, അതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യും. താലിച്ചരട് ഉണ്ടാവും, വെഡിങ് കാർഡ് വരെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ എല്ലാവരും ചോദിക്കുന്നു, ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണങ്ങിയ ടൈപ്പിന് എന്തിനാണ് ഈ പ്രിസർവ് ചെയ്യുന്നത്? നമുക്ക് ഫ്ലവർ എന്ന് പറയുന്നത് അതിലൊരു വെറ്റ് കണ്ടന്റ്, ഒരു നനവുള്ള സാധനമല്ലേ, അത് നമുക്ക് അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. ഇനി കളർ നഷ്ടപ്പെടാണ്ട് പ്രിസർവ് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനത്തിൽ നമ്മൾ ഫ്ലവർ ഇട്ട് വെക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഇതിലൊരു 3-4-5 ദിവസം മാക്സിമം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർ പോവാണ്ട് ഉണങ്ങി കിട്ടാൻ. അതുകൊണ്ടാണ് ഈ ഗാർലൻഡ് പ്രിസർവേഷൻ ഒക്കെ പ്രീ ബുക്ക് ചെയ്യാൻ പറയുന്നത്. നേരത്തെ നമ്മൾ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ആ ഗാർലൻഡ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രിസർവേഷൻ അല്ലാണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ റെസനിൽ ചെയ്യാം. എന്താ പറയാ, ഫ്ലവേഴ്സ്, സാധാരണ ഫോട്ടോ വെക്കാം, ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ ഈ റിട്ടയർഡ് ആയി കഴിഞ്ഞ പോലീസ് ഓഫീസേഴ്സില്ലേ, അവരുടെ സാധനങ്ങൾ നമുക്ക് റെസനിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും. മരിച്ചുപോയ ആൾക്കാരുടെ ഓർമ്മകൾ ഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ പെറ്റുള്ളവരില്ലേ, വളർത്തുമൃഗങ്ങളുടെ ഒക്കെ, അവരൊക്കെ നമ്മളെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിതിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ സ്ഥലം അത്യാവശ്യം എടുത്തു ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ റെസിൻ എന്ന് പറയുമ്പോൾ ഒരു സാധനം എടുത്ത് വെറുതെ കലക്കി ഒഴിക്കുന്ന പരിപാടിയല്ല. അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. അത് ശ്വസിക്കാൻ പാടില്ല, കയ്യിലായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. പിന്നെ എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് ഇച്ചിരി പാടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയിട്ട് വന്നു. അതിൻ്റെതായ മാസ്ക് കാര്യങ്ങളൊക്കെ ഇനി മേടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, ഈ കീപ്സേക്കുകൾ, ഗാർലാൻഡ് പ്രിസർവേഷൻസ്, കീ ചെയിൻസ്, ഇങ്ങനെയുള്ളതൊക്കെ നേരത്തെ ഓർഡർ ചെയ്യുക. ഒരു 2 ആഴ്ചക്ക് മുന്നേ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഫ്രീ ഷിപ്പിംഗ് ഒക്കെ ഉണ്ടോ. വേണ്ടവര് കാണുന്ന നമ്പറിൽ ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച മുന്നേ നമ്മൾ ഓർഡർ ചെയ്യുക. കാരണം അയ്യോ ഭയങ്കര പൈസയാവും ഇത് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്തോരം പൈസ എന്തിനൊക്കെ വേസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കര ചിട്ടയോടെ ലൈഫ് നോക്കുന്ന ഒരാളാണ്. ബഡ്ജറ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളോട് ഓക്കെ അവരുടെ ഇത്. എന്നാലും അല്ലാത്ത ആൾക്കാരോട് പറയാം, നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തോരം പൈസ എന്തിനൊക്കെയോ ചെലവാക്കുന്നു. അപ്പൊ നമ്മളുടെ ഫേവററ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കാനും കുഞ്ഞു വലുതാകുമ്പോൾ കാണിക്കാനും, നമ്മളുടെ വെഡിങ് ഡേ അതിന്റെ ഒരു ഇതൊക്കെ മെമ്മറീസ് ഒക്കെ. കാരണം ആ ഒരു ഹാരം കഴിഞ്ഞ് അത് എന്റെയൊക്കെ എനിക്ക് ശരിക്കും സങ്കടമുള്ള കാര്യം, എനിക്ക് അതൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല. ആകെ ഒരു മഞ്ഞ ചരട് മാത്രമേ എൻ്റെ ഉണ്ടായുള്ളൂ. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്തൊരു മെമ്മറിയില്ല. ഒരുപാട് ഫോട്ടോ ഫ്രെയിം എടുത്ത് നമ്മൾ A4-ൻ്റെതും A5-ൻ്റെതൊക്കെ നമ്മുടെ ഫോട്ടോസ് തൂക്കിയിടുന്ന പോലെ ഈ ഒരു ഐറ്റവും നമുക്ക് അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും. നമ്മുടെ ഈ മെമ്മറീസ് ഒക്കെ നമ്മൾ ഉള്ള കാലം ഒരു പേപ്പറിന്റെ അകത്തോ ഒരു ബാഗിന്റെ അകത്തോ പൂട്ടി വെക്കാണ്ട് നല്ല ഭംഗിയിൽ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയണോണ്ട് നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് അറിയാം. അപ്പോൾ ഈ റെസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉള്ളവർ ഇതിലേക്ക് മെസ്സേജ് അയക്കോട്ടോ. റെസിൻ ചെയ്യുന്നവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കട്ടെ. എന്നാൽ കഴിയുന്ന ഒരു അറിവ് ഞാൻ പറഞ്ഞുതരാം. അതല്ലാന്നുണ്ടെങ്കിൽ
റെസിൻ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഞാൻ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സിനോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം ഷോർട്സ് ആണ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷൻസും ഈ യൂട്യൂബ് ബ്ലോഗ് നടത്തുന്നവരുടെ വലിയൊരു പ്രതീക്ഷയാണ്. അവർക്കൊരു ഇൻകം കൂടി കിട്ടുന്നതല്ലാണ്ട് നമുക്ക് എന്താ, നമ്മുടെ ഒരു കഴിവ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, റെസിൻ ആയിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു ലൈക്ക്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു ക്രാഫ്റ്റ് വർക്കായിട്ട് വരാം. ബൈ 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 ബൈ.